ഫാർമ സ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ജൂലൈ 6 മുതൽ ജൂലൈ 26 വരെയാണ്. ഇതിൻ്റെ ഓൺലൈൻ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 22 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പേര് എയർമാൻ ഇൻടേക്ക് 02/2027. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. എന്നിരുന്നാലും ഇതൊരു ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് സൈഡ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ മെഡിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് കുറച്ചും കൂടി ടഫ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാഘവത്തിൽ നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺലി മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് മെയിൽ ഇന്ത്യൻ ഗൂർഖ സബ്ജക്ട് ഓഫ് നേപ്പാൾ. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കൊളീഗ്സിനോ വീഡിയോ അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് പറയാനുള്ളത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ജൂലൈ 6 സ്റ്റാർട്ട് ചെയ്യുന്നു, ജൂലൈ 26 ക്ലോസ് ആവുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ്. ഇതാണ് ഫാർമസിസ്റ്റിന് മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് എന്നാണ് ഇവിടെ പോസ്റ്റ് വരുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ B.Pharm കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇതിൽ എലിജിബിൾ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ B.Pharm കാൻഡിഡേറ്റ്സ്. ഫാം ഡി കാൻഡിഡേറ്റ്സ് ഇവിടെ എലിജിബിൾ അല്ല. M.Pharm കാൻഡിഡേറ്റ്സിന് അവരുടെ B.Pharm യോഗ്യത വെച്ചിട്ട് അപ്ലൈ ആവുന്നതാണ്. പിന്നെ കാൻഡിഡേറ്റ്സ്, അൺമാരീഡ് കാൻഡിഡേറ്റ്സ് 1 ജൂലൈ 2003 to 1 ജൂലൈ 2008 ഇതിൻ്റെ ഇടയിൽ വരണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി മാരീഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1 ജൂലൈ 2003 to 1 ജൂലൈ 2006 ഇതിൻ്റെ ഇടയിലാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഏജിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം 24 ഇയേഴ്സ് ആണ് B.Pharm അല്ലെങ്കിൽ ഡിപ്ലോമ കാൻഡിഡേറ്റ്സും പറയുന്നത്. 24 ഇയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഏജ് അല്ല ചോദിക്കുന്നത്. അവർ ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റ് ഇവർ പറയുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റ്. ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റ് ഇവിടെ ജൂൺ 2027 ആണ്. ജൂൺ 2027 നിങ്ങൾക്ക് 24 ഇയേഴ്സ് കൂടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ എലിജിബിലിറ്റിയിൽ ഒരടിക്ക് 24 ഇയേഴ്സ് എന്ന് കണ്ടതുകൊണ്ട് പലരും ചാടി പിടിച്ച് അപ്ലൈ ചെയ്യരുത്. 23 ഇയേഴ്സ് ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കൂടുതൽ സ്യൂട്ടബിൾ. കാരണം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന സെലക്ഷൻ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ജൂൺ ആകുമ്പോഴേക്കും 24 ഇയേഴ്സിൻ്റെ അധികം ആവാൻ സാധ്യതയില്ല. സോ 24 ഇയേഴ്സ് ഉള്ളവർ അപ്ലൈ ചെയ്യാതിരിക്കുക. 23, 22 ഉള്ളവർ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസിൽ +2 നിങ്ങൾ സയൻസ് ബേസ്ഡ് സിലബസാണ് പഠിക്കേണ്ടത് വിത്ത് മിനിമം 50% മാർക്ക്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം B.Pharm, BSc ഇൻ ഫാർമസി വിത്ത് 50% മാർക്ക് ആൻഡ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, +2 പഠിക്കേണ്ടത് സയൻസ് ബേസ്ഡ് ആണ്. ദെൻ BSc, B.Pharm അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണം. മെഡിക്കൽ സ്റ്റാൻഡ് വെയിറ്റ് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ്. ചെസ്റ്റ് പറയുമ്പോൾ മിനിമം ഒരു 77 സെൻറ്റിമീറ്റർ എങ്കിലും മെഷർമെൻറ്റ് വേണം വിത്ത് ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ. ഹിയറിംഗ് പറയുമ്പോൾ 6 മീറ്റേഴ്സ്, ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റേഴ്സിൽ ചെയ്യുന്നൊരു ഫോഴ്സ്ഡ് വിസ്പർ, അതായത് പതുക്കെ പറയുന്ന കാര്യങ്ങൾ 6 മീറ്റർ ദൂരത്തുനിന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് വേണം. ദെൻ ഡെൻ്റൽ കാര്യമായിട്ട് നോക്കണം. 14 ഡെൻ്റൽ പോയിൻറ്റ്സ് അവരോട് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ കാൻഡിഡേറ്റ്സ് വെയറിംഗ് ഫിക്സ്ഡ് ഓർ റിമൂവബിൾ ഓർത്തോഡോണ്ടിക് അപ്ലയൻസസ്, അതായത് ക്ലിപ്പിട്ടവർ അങ്ങനെയുള്ളവരെ ഡിക്ലെയർഡ് അവരെ അൺഫിറ്റായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഈ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഒന്നുമില്ല. നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. സോ മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ഗൈനക്കോമാസ്റ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൈറ്റ് ആൻഡ് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ശ്രദ്ധിക്കുക. ഹൈറ്റ് മിനിമം പറയുന്നത് 152 സെൻറ്റിമീറ്റർ ആണ് മിനിമം പറയുന്നത് ഫാർമസിസ്റ്റിന്. വിത്ത് ഇനി കണ്ണടയുടെ പവർ പറയുന്നത് 3.5 ആണ് കണ്ണട പവർ പറയുന്നത്. 6/36 വിഷ്വൽ അക്യൂട്ടിറ്റി മതി. അത് പിന്നെ കണ്ണട വെച്ചിട്ട് 6/6 കറക്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അവരോട് ഉദ്ദേശിച്ചത്. കളർ വിഷൻ, ചില കാൻഡിഡേറ്റ്സിന് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള മൈൽഡ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരുണ്ടാവും. ഇവിടെ കളർ വിഷൻ്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് CP കളർ പെർസെപ്ഷൻ ഗ്രേഡ് 2 ആണ്. ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇനി കണ്ണട വെക്കുന്ന കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് വരണം. നോട്ട് ഓൾഡർ ദാൻ 1 മന്ത്. അതായത് ആദ്യം നിങ്ങളുടെ ഈ ടെസ്റ്റ്, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിയും. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കുമ്പോൾ ആ എക്സാമിനേഷൻ വിളിക്കുന്നതിൻ്റെ 1 മാസം മുന്നേ, മിനിമം ആ ഒരു ഗ്യാപ്പിൽ 1 മാസം മുന്നേ ഉള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് പോകണം. അതിൽ എന്തൊക്കെയാണ് മെഷർമെൻറ്റ്സ് വരേണ്ടത്, ഡയോപ്റ്റർ മെഷർമെൻറ്റ്, നെയിം, സിഗ്നേച്ചർ, സ്റ്റാമ്പ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ഒഫ്താൽമോളജിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ അതിൽ വേണം. പിന്നെ ലാസിക് PRK പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കാൻഡിഡേറ്റ്സിനെ അവർ സ്വീകരിക്കുന്നതല്ല.
നിങ്ങളുടെ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 20 കൊല്ലത്തെ ഒരു പീരീഡിനാണ് നിങ്ങൾ എടുക്കുക. ആർമിയിൽ എയർഫോഴ്സിൽ എപ്പോഴും അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഒരു 20 കൊല്ലത്തെ ട്രെയിനിങ് നിങ്ങൾ അവിടെ കൊടുക്കണം, 20 കൊല്ലത്തെ സർവീസ് അവിടെ കൊടുക്കണം. 20 കൊല്ലത്തിന് ശേഷം നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ആർമിയൊക്കെ ആണെങ്കിൽ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 44 വയസ്സാവും. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഫിസിക്കൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ പിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ ട്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് 57 വയസ്സ് വരെ തുടരാൻ പറ്റും. ഈ സെലക്ട് ആവുന്നവർക്കൊരു ജോയിൻറ്റ് ബേസിക് ഫേസ് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ട്രേഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. അതുകൂടി ശ്രദ്ധിക്കണം. ട്രെയിനിങ് ഫെയിൽസ് ടു അച്ചീവ് റിക്വയർഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ അക്കാദമിക്സ് പ്രൊഫഷൻ. അതായത് ട്രെയിനിങ് ടൈമിൽ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ട്രെയിനിങ് ഫേസിൽ തന്നെ പുറത്താക്കും, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി പേ ആൻഡ് അലവൻസ് ആണ്. ആർമിയിൽ എപ്പോഴും പേ ആൻഡ് അലവൻസ് കൂടുതലായിരിക്കും. ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിന് വരുന്ന പോലെ തന്നെ സാധാരണ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം സ്റ്റാർട്ടിംഗ് സാലറി 26,900 റുപ്പീസാണ്. അതിന് പുറമെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് 14,600 റുപ്പീസ് കിട്ടും. അത് ട്രെയിനിങ് പീരീഡിൽ മാത്രമാണ്. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ എംപ്ലോയ്മെൻറ്റിന് 26,900 ആണ് ബേസിക് പേ ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ അതർ അലവൻസ് ആയിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ്, HRA, ലീവ് റേഷൻ അലവൻസ്, ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് ഇതൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ ആ ട്രേഡിൽ ഒരു റെസ്പെക്റ്റ് കുറച്ചൊരു ടൈം അവിടെ ഒരു സ്കിൽ ഗ്രേഡ് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷന് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ പെർക്സ് വരുന്നത് അറിയാം, നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ കുറേ കുട്ടികൾക്ക് വരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഒരു മിലിറ്ററി സർവീസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു 60 ഡേയ്സ് ആനുവൽ ലീവും 30 ഡേയ്സ് കാഷ്വൽ ലീവും ഉണ്ട്. അപ്പോൾ ഒരു 3 മാസത്തോളം ലീവ് വരുന്നുണ്ട് ഒരു കൊല്ലം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്, ഈ 2 ഫേസ് ആയിട്ടാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത് എക്സാം. ഒന്ന് ഫേസ് 1 ആണ്. ഫേസ് 1 എപ്പോഴും ഓൺലൈൻ ടെസ്റ്റാണ്. ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം മുന്നേ മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുള്ളൂ. അത് നിങ്ങളുടെ ഇമെയിൽ ID വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ലോഗിന് വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടും. അതിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് പോകാൻ. നെയിം ആൻഡ് എക്സാമിനേഷൻ സിറ്റി ആൻഡ് എക്സാം ഡേറ്റ് കുറച്ചും കൂടി മുന്നേ, ഒരാഴ്ച മുന്നെങ്കിലും അവർ തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് അവിടേക്കുള്ള ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം മുന്നേ അഡ്മിറ്റ് കാർഡ്, ഒരാഴ്ച മുന്നേ സിറ്റി ഇൻറ്റിമേഷൻ ലെറ്റർ. പിന്നെ കാൻഡിഡേറ്റ്സ് എടുത്തിട്ട് വരേണ്ട കാര്യങ്ങളാണ്, ആധാർ കാർഡ് നിർബന്ധമായിട്ടും കൊണ്ടുവരിക്കണം. പിന്നെ ബ്ലാക്ക് ഓർ ബ്ലൂ പെന്ന്. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റ് വരുന്നത് 45 മിനിറ്റാണ് ടെസ്റ്റ് വരുന്നത്. അതും ബേസ്ഡ് ഓൺ +2 സിലബസാണ്. +2 CBSE സിലബസാണ്. നമ്മുടെ ട്രേഡ് ബേസ്ഡ് അല്ല. അപ്പോൾ ഫാർമസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. +2 സിലബസാണ്. +2 ബേസ്ഡ് സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 45 മിനിറ്റാണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ അറിഞ്ഞത് വെച്ച് 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഒരു ശരിത്തരത്തിന് 1 മാർക്ക്, ഒരെണ്ണം തെറ്റിയ 0.25 മാർക്സ് ഡിഡക്റ്റ് ചെയ്യും ഫോർ എവരി റോങ് ആൻസർ. ഫേസ് 1 സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഫേസ് 2 സെൻറ്ററിലേക്ക് വിടും. ഫേസ് 2 സെൻറ്റർ വരുന്ന എയർമാൻ സെലക്ഷൻ സെൻറ്റർ. ഇതിനൊരു സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് ഉണ്ട്. അത് നിങ്ങളുടെ ഇമെയിൽ IDക്കാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് 2 സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാനുള്ളത് കുറേ അധികം വാസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഫേസ് 2 അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, ഫേസ് 1 അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അതിവിടെ പറയുന്നുണ്ട്, 8 കോപ്പീസ് ഓഫ് അറ്റസ്റ്റ് ചെയ്യാത്തുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്, ഇത് ഒറിജിനലും കൊണ്ടുപോകണം, അതിൻ്റെ കോപ്പീസും കൊണ്ടുപോകണം. അതിൻ്റെ അത്രയും കാര്യങ്ങളാണ് ഇത്രയും പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊണ്ടുപോകണം. ഇതിന് പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു NCC കാഡറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജും കൂടി ഇവിടെ കിട്ടും. നിങ്ങൾ NCC A or B or C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒപ്പം കൊണ്ടുപോകുക. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി ചെയ്തു വെക്കേണ്ടതാണ്. ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. സോ എല്ലാം ഒരു കോമ്പിനേഷനായിട്ട് ഇതിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പഠിത്തം, ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഒരുമിച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. അത് നിങ്ങൾ 7 മിനിറ്റ് 30 സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതൊരു നോർമൽ റേഞ്ചാണ്, ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. 7 മിനിറ്റ് 30 സെക്കൻഡിൽ 1.6 കിലോമീറ്റേഴ്സ് ഓടുകയാണ്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ടൈം തരും. 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ സമയം തന്നതിന് ശേഷം നിങ്ങൾക്ക് 10 പുഷപ്പ് എടുക്കണം. 10 പുഷപ്പ് അത് 1 മിനിറ്റിൽ 10 പുഷപ്പ് എടുക്കുക. ഈ ഒരു 10 പുഷപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ സമയം തരും. ഈ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ സമയം തന്നതിന് ശേഷം നിങ്ങളൊരു 10 സിറ്റപ്പ് എടുക്കണം, അത് 1 മിനിറ്റിൽ. ഈ 10 സിറ്റപ്പ് 1 മിനിറ്റിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു 2 മിനിറ്റ് സമയം തരും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു 2 മിനിറ്റ് സമയത്തിന് ശേഷം നിങ്ങൾ ഉടനെ 20 സ്ക്വാട്ട് എടുക്കണം. 20 സ്ക്വാട്ട് അത് 1 മിനിറ്റിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്
പല പല സമയത്തായിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നത്, ഒക്കെ ഒരു ഒറ്റ സ്ട്രെച്ചിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം 1.6 കിലോമീറ്റർ റണ്ണിങ്, 10 മിനിറ്റ് റെസ്റ്റിന് ശേഷം 10 പുഷപ്പ്, അത് 1 മിനിറ്റിൽ. അത് കഴിഞ്ഞ് 2 മിനിറ്റിന് ശേഷം 10 സിറ്റപ്പ്, പിന്നെ 2 മിനിറ്റ് റെസ്റ്റ്, അതിന് ശേഷം 20 സ്ക്വാട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ്. ഇതൊന്നുമില്ല, അഭിരുചി പരീക്ഷ പോലൊരു കാര്യമാണ്. അത് നിങ്ങളുടെ മാനസിക നിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. ആർമിക്ക് അല്ലെങ്കിൽ എയർഫോഴ്സിന് നിങ്ങൾ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കൂടാതെ മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. മെഡിക്കൽ എക്സാമിന് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫുൾ ബ്ലഡ് വർക്ക്, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ, പ്ലേറ്ററ്റ്, റേഡിയോഗ്രാഫ്, ചെസ്റ്റ് എക്സ്റേ, ഇതെല്ലാം എടുത്ത് നോക്കുന്നതാണ്. പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർ അൺഫിറ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫേസ് 2 ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ ഓഫ് സൈനപ്പ് ആണ്. ഇതൊരു 1 ടൈം രജിസ്ട്രേഷൻ പോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നത്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇതിൻ്റെയൊക്കെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സ്റ്റെപ്പ് 2 വരുന്നത്, ഫില്ലിംഗ് ഓഫ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി എക്സാം ഫീ ആയിട്ട് വരുന്നത് 550 രൂപയാണ്. 550 രൂപ പ്ലസ് 18% GST കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 600 രൂപയോളം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നുണ്ട്. എക്സാമിനേഷൻ ഇത്രയും ഫീസെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ്. പിന്നെ കാൻഡിഡേറ്റ്സ് കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം, അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം എക്സാം സെൻറ്ററിലേക്ക് പോകാൻ. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ കാൻഡിഡേറ്റ്സിന് ചോയ്സ് ഓഫ് ASC സെൻറ്റർ, എയർമാൻ സെലക്ഷൻ സെൻറ്ററിൻ്റെ 14 ചോയ്സസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ചോയ്സസ് കൊടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ലാസ്റ്റ് ഫൈനൽ സിറ്റി ഡിസൈഡ് ചെയ്യുന്നത് CASB ആണ്, അതായത് എയർമാൻ സെലക്ഷൻ ബോർഡാണ് അത് ഡിസൈഡ് ചെയ്യുക. പ്രൊവിഷണൽ സെലക്ഷൻ ലിസ്റ്റ് എല്ലാ ഫേസും കംപ്ലീറ്റ് ആയതിനു ശേഷം, ഫേസ് 1ഉം ഫേസ് 2 എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം വരുന്നതാണ് പ്രൊവിഷണൽ സെലക്ഷൻ ലിസ്റ്റ്. ഈ ഒരു ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത് May 2027 ഈ May 2027 സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ എൻറോൾമെൻറ്റ് ലിസ്റ്റ് ഏതൊക്കെ കാൻഡിഡേറ്റ്സാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് 1 June 2027 വരിക. അപ്പോൾ എൻറോൾമെൻറ്റ് ഡേറ്റ് എന്നുള്ളത് 1 June 2027 എടുക്കാം. ഈ ഒരു 1 June 2027 നിങ്ങൾ 24 ഇയേഴ്സിൽ കൂടാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേ ബി 24 ഇയേഴ്സ് ആയിരിക്കാം. പക്ഷേ എല്ലാ സെലക്ഷൻ പ്രൊസീജിയർ എല്ലാം കഴിയുമ്പോൾ എങ്ങനെയും ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ഓവർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഫ്രഷ് B.Pharm ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തായാലും ഏജ് ഓവർ ആവില്ല. കോഴ്സ് കഴിഞ്ഞ ഉടനെ ഈ ഒരു എക്സാമിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റാണ്. പക്ഷേ ഓൾറെഡി ഏജ് ഓവർ ആയ കാൻഡിഡേറ്റ്സ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാതിരിക്കുക. സോ താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.